بسم الله الرحمن الرحيم. ففتح أبواب الجنان وتزينت الحور والولدان ودقت بشائر الأفراح وزهرت كواكب الصباح ونادى مناد في السماء والأرض ألا إن النور المكنون منه سيد البشر صلى الله عليه وسلم في بطن آمنة رضي الله عنها قد استقر. നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ്, ആ പ്രകാശത്തെ, അബ്ദുല്ലാ റളിയല്ലാഹുവിന്റെ മുതുകിലുള്ള ആ പ്രകാശം ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിച്ചു. അത് റജബ് മാസത്തിലെ ഒരു വെള്ളിയാഴ്ച രാവിലായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് അമറ റിളുവാൻ അലൈഹിസ്സലാം, റിളുവാൻ അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചു. ആരാണ് റിളുവാൻ അലൈഹിസ്സലാം? സ്വർഗം കാക്കുന്ന മലക്ക്. സ്വർഗം കാക്കുന്ന മലക്കാണ് റിളുവാൻ അലൈഹിസ്സലാം. ആ മലക്കിനോട് അള്ളാഹു കൽപ്പിച്ചു, ഫഫുതിഹ അബ്വാബുൽ ജിനാൻ, സ്വർഗത്തിന്റെ വാതിലുകളൊക്കെ തുറന്നു. സ്വർഗത്തിന്റെ ഫഫുതിഹ അബ്വാബുൽ ജിനാൻ, ബാബ് പറഞ്ഞാൽ വാതില്, അബ്വാബ് പറഞ്ഞ വാതിലുകൾ. ജന്നത്ത് പറഞ്ഞാൽ സ്വർഗം, ജിനാൻ പറഞ്ഞാൽ സ്വർഗത്തിന്റെ എല്ലാ ഭാഗത്തുള്ള വാതിലുകളും തുറക്കപ്പെട്ടു. സ്വർഗം ഒന്നിലധികം സ്വർഗം ഉണ്ടല്ലോ, സ്വർണ്ണല്ല, സ്വർഗം ഒന്നിലധികം ഉണ്ടല്ലോ. വാതിലുകൾ മുഴുവനും തുറക്കപ്പെട്ടു. വതസയ്യനത്തിൽ ഹൂറു വൽ വിൽദാൻ, സ്വർഗീയ തരുണീമണികളും കുട്ടികളും അണിഞ്ഞൊരുങ്ങി. അവരൊക്കെ അണിഞ്ഞൊരുങ്ങി. തസയ്യനത്തിൽ ഹൂറു വൽ വിൽദാൻ വദുഖത്ത് ബശായിറുൽ അഫ്റാഹ്, സന്തോഷങ്ങളുടെ സുവിശേഷങ്ങൾ കൊട്ടിയറിയിക്കപ്പെട്ടു, വിളംബരം ചെയ്യപ്പെട്ടു എന്നർത്ഥം. സന്തോഷത്തിന്റെ സുവിശേഷങ്ങൾ വിളംബരം ചെയ്യപ്പെട്ടു. വസഹറത്ത് കവാകിബു സ്വബാഹ്, പ്രഭാത നക്ഷത്രങ്ങൾ പ്രശോഭിച്ചു നിന്നു. പ്രഭാത നക്ഷത്രങ്ങളൊക്കെ ലംഘിത്തിളങ്ങി പ്രശോഭിച്ചു, ശോഭയാർന്ന നിലയിൽ, കാണുമ്പോൾ തന്നെ വളരെ അഴകാർന്ന രൂപത്തിലായി മാറി ആ രാവിലെ, ആ ദിവസത്തിൽ. വനാദാ മുനാദിൻ ഫിസ്സമാഇ വൽ അർള്, ആകാശഭൂമികളിൽ വിളിച്ചറിയിക്കപ്പെട്ടു. എന്താണ് വിളംബരം നൽകപ്പെട്ടത്? ഒരാൾ വിളിച്ചു പറഞ്ഞു, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിയമിച്ച ഒരാൾ വിളിച്ചു പറഞ്ഞു, അലാ അറിയുക, ഇന്നൻ നൂറൽ മക്നൂൻ. മക്നൂൻ കാരണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ആ മറക്കപ്പെട്ട, ആ സൂക്ഷിക്കപ്പെട്ട ആ ഒരു പ്രകാശം. മിൻഹു, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള പ്രകാശം, ആ നൂറ്, അത് സയ്യിദുൽ ബഷർ സല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യരുടെ നേതാവാണ്. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ആ ഒരു പ്രകാശം, അത് സയ്യിദുൽ ബഷർ, മനുഷ്യരുടെ നേതാവാണ്. ഫീ ബത്നി ആമിന റളിയല്ലാഹു അൻഹാ, ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഗർഭപാത്രത്തില് ഖദ് ഇസ്തഖർ, അത് സ്ഥിരമായി. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഗർഭപാത്രത്തിലേക്ക് അത് സ്ഥിരമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജനനവുമായി ബന്ധപ്പെട്ട് ജനിക്കുന്നതിൻ്റെ മുമ്പെയുള്ള സംഭവങ്ങൾ, ജനിച്ചതിന് ശേഷമുള്ള സംഭവങ്ങൾ ഒക്കെ ഉൾക്കൊള്ളിച്ചതാണ് മൗലിദ്. മൗലിദ് പറഞ്ഞാൽ ആ ജനനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ജനിച്ച സ്ഥലം, സമയം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ് മൗലിദിലുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ആമീൻ.